കിനാനൂലിലായി നിലാവേ നീ എന്നും പോരില്ലേ ഈ ദൂരം കൂടെ തൊടുന്നേ നാം കൈനീട്ടി ജീവന്റെ പൂക്കാലമാകെ നാം കാണുന്നൊരോമൽ സ്വപ്നങ്ങൾ താരങ്ങളായി മിന്നുന്നേ എന്തേ പറ. ഇന്ന് ആക്ച്വലി എനിക്ക് പോകാനൊരു ബസ് വന്നു പോയതാ. മനഃപൂർവ്വം കയറാതിരുന്നതാ. എന്തിന്? നിന്നെ ഒന്നും കൂടെ കാണാൻ. നീ മോളിൽ താഴേക്ക് വരാമല്ലോ. നീ SM പാസ്സായതല്ലേ, പിന്നെ എന്തിനാ അതെടുത്ത് വെച്ചിരിക്കണേ? നമ്മള് ഫസ്റ്റ് ബ്രേക്കപ്പ് ആയിട്ട് പാച്ചപ്പ് ആയില്ലേ. അപ്പം നീ എന്നെ ഇത് പഠിപ്പിച്ചിരുന്നു. ആരും ഓർമ്മിക്കേണ്ടി വെറുതെ വെച്ച. എന്തിനാ? നീ എൻ്റെ കൂടെ ഉണ്ടാവാൻ. കുഴപ്പമുണ്ടോ? എന്നാ അതെൻ്റെ ഇരിക്കട്ടെ. ഞാൻ വേറെ മേടിച്ചു വലിക്കും. എന്നാലും ഇത് വലിക്കില്ലല്ലോ. പോണ്ടേ?
ചായ കുടിക്കാനുള്ള സമയമുണ്ട്. വേണോ? ഈ ചായ ഞാൻ പൊളിക്കും. നമ്മ പോയി ചായ ഉണ്ടാക്ക. ഓക്കേ. ചായ കൊള്ളാം. അച്ഛൻ ഭയങ്കര ചായടിക്കാരനായിരുന്നു. മൂപ്പർക്ക് നാദാരത്തൊരു പീടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കമ്മ്യൂണൽ പ്രശ്നമൊക്കെ വന്നത് പൂട്ടി. ഞാനും ഏട്ടനും സ്കൂളും കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവിടെ തന്നെ ഇരിക്കാറ്. ഏട്ടനെപ്പോഴും ചെന്നൈ തന്നെയല്ലേ? ആ, കല്യാണം കഴിയുമ്പോൾ എല്ലാവരും മാറും. വി ഷുഡ് ഗിവ് ദം ദ സ്പേസ്. വീട്ടിൽ വരാത്താണ് അവൻ്റെ സ്പേസ്. ഒരു കൊല്ലമായിട്ട് അവൻ അച്ഛനും അമ്മയും കാണാൻ വന്നിട്ടില്ല. അവരുടെ പ്രശ്നങ്ങൾ അവൻ കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണ്ടേ? നീ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്നെ കൊണ്ടിപ്പോൾ പറ്റാത്തോണ്ടല്ലേ. നീ ഓവർ തിങ്ക് ചെയ്യുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. ചേട്ടൻ ചെന്നൈയിലേക്ക് വരാൻ പറഞ്ഞാലേ ഒന്ന് പോയി നോക്ക്, ചിലപ്പോൾ എല്ലാം ശരിയാവും. ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട വന്നാലും ഞാൻ ഏട്ടൻ്റെ അടുത്തോട്ട് പോകില്ല. എന്നാ പോണ്ട. ഇനി ഒന്നും ക്ലച്ച് പിടിച്ചില്ലെങ്കിൽ കോളേജിൻ്റെ മുന്നിലൊരു മൊബൈൽ ടിക്കറ്റ് അത് വർക്കാവും. അത് നല്ല ഐഡിയ ആണല്ലോ. ജസ്റ്റ് ബി കാം ആൻഡ് തിങ്ക്. ഇങ്ങനത്തെ കുറേ നല്ല ഐഡിയാസ് കിട്ടും. നീ എന്നെ മിസ് ചെയ്യില്ലേ? പിന്നെ കരപ്പുറൊക്കെ പോയി പുതിയ ഫ്രണ്ട്സൊക്കെ ആകുമ്പോൾ നമ്മളെ പതുക്കെ പതുക്കെ അങ്ങ് മറക്കും അല്ലേ? ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? നിന്റെ മണം. എൻ്റെ ക്യാരക്ടറിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം എന്താ? ഒടുക്കത്തെ പ്ലാനിങ്. എന്ത് പ്ലാനിങ്? എപ്പോൾ പ്രഗ്നൻ്റ് ആയ കരിയറിനെ ബാധിക്കായിരിക്കും എന്ന ലൈനിലുള്ള പ്ലാനിങ്. അതൊരു കുഴപ്പമാണോ? ഇങ്ങനെ കൂടുതൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാ ഡിസാസ്റ്ററിൽ ചെന്ന് ചാടുന്നത്. പ്രത്യേകിച്ച് കൂടെ റൈറ്റ് ആൾക്കാരില്ലെങ്കിൽ. ഓ ആയിക്കോട്ടെ. ഈ ബോബിക്ക് എന്താ എന്നോട് ഇത്ര പ്രശ്നം? എന്ത് പ്രശ്നം? അവൾക്ക് എന്നെ ഇഷ്ടമല്ല. അവളുടെ ഒരു ബോഡി ഗാർഡ് കളി. അവൾ കാരണം നമ്മൾ ബ്രേക്കപ്പ് ആയത് തന്നെ. പോകുന്നതിനും വന്ന് പൊട്ടിക്കണമെന്ന് വിചാരിച്ചാ. നീ എന്തൊക്കെയാ പറയണേ? അവൾ എന്ത് ചെയ്തെന്നാ? അവൾക്ക് എൻ്റെ സ്വഭാവം ഇഷ്ടമല്ല, എൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്, എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇഷ്ടമല്ല. നിന്റെ പോളിറ്റിക്സുകളെ എനിക്കും ഇഷ്ടമല്ല. അതിനെന്താ പ്രശ്നം? നീ എത്ര ടൈമാ വേസ്റ്റ് ചെയ്യണേ? ആക്ച്വലി നമ്മുടെ ക്ലാസ്സിൽ നിന്റെ അത്ര ടാലൻറ്റഡ് ആയിട്ട് ആരുമില്ല. ബട്ട് യു ഡോണ്ട് ഹാവ് ഫോക്കസ്. ടാലൻറ്റ് ഒന്നാം ഘട്ടം. ചൂടായി അലമ്പാക്കിയില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ. പറ. ഇനിയിപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് സപ്ലിയൊക്കെ എഴുതിയെടുത്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് പാസ്സാൻ പറ്റില്ലെന്നാണോ? പാസ്സാവേണ്ട കാര്യമില്ല എന്ന്. യു ആർ നോട്ട് മെന്റ് ഫോർ ദിസ് കോളേജ്. യു ഷുഡ് ബി ഇൻ ആർട്സ്, മ്യൂസിക്, ഫിലിംസ്, കുക്കിംഗ്, അങ്ങനെ എന്തെങ്കിലും. ഇതെന്തൊരു കഷ്ടമായത്? ബെറ്റ് വെക്കണോ? സെപ്റ്റംബറിൽ 31 പേപ്പർ ഞാൻ ക്ലിയർ ചെയ്യും. കാണണോ? എന്നിട്ട് എന്നെ പോലെ പഠിച്ച എഞ്ചിനീയറായി